മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മലയണ്ണാൻ ശല്യം മൂലം ദുരിതത്തിലായി പാർലിക്കാട് മേഖലയിലെ കേര കർഷകർ. പ്രശ്നത്തിൽ എന്ത് പരിഹാരം കാണണമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ. ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്ന മലയണ്ണാന്മാർ നാളികേരങ്ങൾ കൂട്ടത്തോടെ ഭക്ഷണമാക്കുന്നതാണ് കർഷകർക്ക് വലിയ പ്രതിസന്ധിയാകുന്നത്. സമ്മിശ്ര കർഷകനായ ചേന്നോത്ത് വീട്ടിൽ ജോസിന്റെയും നിരവധി തെങ്ങുകളിലെ നാളികേരവും കരിക്കുമെല്ലാം മലയണ്ണാന്മാർ ഭക്ഷണമാക്കി. ഇവ കടിച്ചു ഭക്ഷിച്ച് താഴേക്കെറിഞ്ഞ തേങ്ങകളുടെ അവശിഷ്ടങ്ങൾ തെങ്ങുകൾക്ക് ചുറ്റും കൂട്ടത്തോടെ കിടപ്പാണ്. സമീപത്തെ വൻമരങ്ങളിലും മറ്റും കൂടുകൂട്ടി വസിക്കുന്ന അണ്ണാന്മാരെ കൊണ്ട് വലിയ ശല്യമാണെന്നും കർഷകർ പറയുന്നു. വീട്ടിലെ ഉപയോഗത്തിന് പോലും ഒറ്റ തേങ്ങ പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി. പ്രശ്നത്തിൽ എന്ത് പരിഹാരം കാണണമെന്നറിയാതെ ആശങ്കയിലാണ് മേഖലയിലെ കേര കർഷകർ. ഇവിടെ മലയണ്ണാന്റെ ഭയങ്കര ശല്യ. ഒരു തെങ്ങുമ്പോൾ പോലും തേങ്ങ ഇടാൻ കിട്ടുന്നില്ല. കംപ്ലീറ്റ് കരിക്കിന്റെ ഭാഗമാകുമ്പോഴേക്കും എല്ലാം വന്ന് തുളച്ച് താഴ്ത്തു കൊഴിഞ്ഞു വീഴും. പിന്നെ അത് വിടാണ്ട് എല്ലാം നിന്ന് കഴിഞ്ഞാൽ താഴ്ത്തു കൊണ്ട് പന്നി കൊണ്ടുപോകും. പിന്നെ മുള്ളനും പന്നിയും എല്ലാ ശല്യമുണ്ട് ഇവിടെ. ഇപ്പോൾ നാളികേരൊന്നും കിട്ടാറില്ല, പകുതി നാളികേരം പോലും കിട്ടാറില്ല. മുഴുവൻ മലയണ്ണാൻ ഇതൊക്കെയാണ് കഴിച്ചു പോകും. പിന്നെ ബാക്കിയുള്ള കുടംപുളി, ജാതിക്ക, മറ്റുള്ള ഇതെല്ലാം മാങ്ങ ഒന്നും കിട്ടില്ല, ഒക്കെ നശിപ്പിക്കുക. BCV ന്യൂസ്, പാലക്കാട്. You are watching VCV News.